അയ്യപ്പ ഭക്തരോട് വനം വകുപ്പിന്റെ ക്രൂരത. കുമളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് വനം വകുപ്പ് തടഞ്ഞു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കുന്ന താൽക്കാലിക ശൗചാലയങ്ങളുടെ പ്രവർത്തനമാണ് തടഞ്ഞത്. കരാറുകാരന്റെ വാഹനങ്ങളും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങൾ സുബിൻ തോമസ് നൽകും. സുബിൻ, ഇപ്പോൾ ഈ വനം വകുപ്പിനെ പ്രകോപിപ്പിക്കുന്നത് എന്താണ്? എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ശൗചാലയങ്ങളുടെയും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? പ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അയ്യപ്പ ഭക്തരാണ്. അതായത് കുമളി വണ്ടിപ്പെരിയാർ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അയ്യപ്പ ഭക്തരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. ഇത് മുഖാന്തരം പ്രധാനമായും ഈ പഞ്ചായത്ത് ഭരണസമിതികൾ പറഞ്ഞിരുന്നത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ കരാറുകൾ നൽകാൻ കഴിയില്ല എന്നുള്ളൊരു വാദമാണ് ഉന്നയിച്ചിരുന്നത്. ഇതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ കുമളിയിൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയും കുമളി ഗ്രാമപഞ്ചായത്ത് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തത്. പഞ്ചായത്ത് സെക്രട്ടറി ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ കുമളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. അതായത് താൽക്കാലിക ശൗചാലയങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ കരാർ നൽകുകയും കരാറുകാരൻ വാഹനങ്ങൾ ഉൾപ്പെടെ എത്തിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വനം വകുപ്പ് തടസ്സവാദം ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. അതായത് വനം വകുപ്പിന്റെ അധീനതയിൽ വരുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് മറ്റൊരു ഏജൻസി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളൊരു വാദമാണ് വനം വകുപ്പ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് പ്രത്യേക അനുമതികൾ ആവശ്യമുള്ള മേഖലയാണ്, സംരക്ഷിത മേഖലയാണ്. അവിടെ ഈ മണ്ണ് എടുത്തു മാറ്റിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് വനം വകുപ്പ് എടുക്കുകയായിരുന്നു. ഇതോടുകൂടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ഈ കരാറുകാരുടെ വാഹനങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി അയ്യപ്പ ഭക്തർ കാൽനടയായി കുമളി പിന്നിട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിൽ എത്തുന്ന അയ്യപ്പ ഭക്തരാണ് ഈ ശൗചാലയങ്ങളുടെ അഭാവവും അതുപോലെ തന്നെ മറ്റ് വിരിവയ്ക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നത്. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അടിയന്തരമായി തന്നെ, അതായത് മകരവിളക്ക് അടുക്കുന്നു, ഇനിയിപ്പോൾ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് സമീപത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത്. പക്ഷേ വനംവകുപ്പ് അത് തടയുകയാണ്. ജില്ലാ കളക്ടറുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഭക്തരും കുമളി ഗ്രാമപഞ്ചായത്തുമുള്ളത്. ഓക്കെ, അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളെയാണ് ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നത്. സുബിനാണ് ഇടുക്കിയിൽ നിന്നും ചേർത്ത്.